എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇതാ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയെ. ഓൾറെഡി നമ്മൾ രാത്രി തുടച്ചിട്ടിട്ട് തന്നെയാണ് പോണത്. എങ്കിലും രാവിലെ വരുമ്പോഴേക്ക് ചിലപ്പോൾ ചെറുതായിട്ട് ഉറുമ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അതിവിടെ ഒന്നാമത് മഴക്കാലമല്ലേ. അപ്പം ഇന്നിപ്പം മഴയൊന്ന് തോർന്ന് ചെറിയ വെയിലൊക്കെ കണ്ടിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇവിടെ ഡോറിന് നെറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഓരോ ആവശ്യത്തിന് നമ്മൾ ഡോർ തുറന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങൂലേ, അപ്പോഴൊക്കെ ഈ ചെറിയ പ്രാണി അല്ലെങ്കിൽ ഉറുമ്പ് അങ്ങനെയൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ പെസ്റ്റ് കൺട്രോളുകാരെ നമ്മൾ ഇടയ്ക്ക് വിളിച്ച് എല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്ക് ഉറുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ലേ. പക്ഷേ ഈ മോള് പ്രഗ്നൻ്റ് ആയി വീട്ടിൽ വന്നത് ആ ടൈം മുതൽ ഞങ്ങൾ ഇവരെ വിളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന സാധനം മോള് വന്നു. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പം നമ്മളങ്ങനെ അത് ശരിയാകത്തില്ല, കാരണം അതൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പം അത് കാരണം അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടൈം ആയെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റേതായ നമ്മൾ ചെയ്യാത്തത് കൊണ്ടുള്ള ഡിഫക്റ്റും ഉണ്ട് കേട്ടോ. ഈ ഞാൻ പറഞ്ഞില്ലേ ഉറുമ്പ് ചെറിയ പ്രാണികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ചധികം തേങ്ങ വാങ്ങിച്ച് വെക്കും, എന്നിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാണ് ചെയ്യണത് ചീത്താകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് എടുക്കും. ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ എന്നെ പോലെ ചെയ്യുന്നവരുണ്ടോ? അപ്പം ഇതൊക്കെ നമുക്ക് ഗൾഫിൽ നിന്ന് കിട്ടിയ കുറേ ശീലങ്ങൾ നല്ലതാണെന്നോ ചീത്തയാണെന്നോ എനിക്കറിയത്തില്ല. എനിക്കിത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഞാൻ വറുത്ത പച്ചരിപ്പൊടിയാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നലത്തെ കറി കുറച്ചിരിപ്പുണ്ട്. അപ്പം അതിന് ചേർന്ന് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമല്ലോ. അപ്പം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മാവ് പൊടിച്ച്, അതായത് പച്ചരി വെള്ളത്തിലിട്ട് പൊടിച്ച് വെക്കുക. അപ്പോൾ പലരുടെയും ഡൗട്ടാണ് പച്ചരി മാത്രമാണോ എന്തൊക്കെ അരി ചേർക്കും എന്നുള്ളത്. ഇതിപ്പോൾ പച്ചരി മാത്രമാണ് പൊടിച്ചിട്ട് മില്ലി കൊടുത്താണേ പൊടിപ്പിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയെന്ന് വെച്ചാൽ ഒരു 5 കിലോ കണക്കാക്കി അങ്ങനെ പൊടിച്ച് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ മാവിലേക്ക് ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കണം. പല തരത്തിൽ നമ്മൾ ഉണ്ടാക്കും. അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മളിപ്പം എടുത്ത തേങ്ങയില്ലേ അതും കൂടി ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മാവും തേങ്ങയും ഉപ്പും എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പം വെള്ളം തിള വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴേക്ക് നമുക്കതാ ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ അടുപ്പിൽ വെച്ചിട്ടും ഇത് ഇളക്കി എടുക്കാറുണ്ട്. ഇതിപ്പം ഈ ഒരു രീതിയിൽ ഇളക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ മാവ് നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കണം. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഒറട്ടി ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ പൊടിയും തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളിപ്പം അങ്ങോട്ടൊക്കെ ഉള്ളവർ, അതായത് കണ്ണൂർ, മലപ്പുറം, ആ സൈഡ്, കോഴിക്കോട്, അവിടെയൊക്കെ ഈ റൊട്ടി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. പല പലഹാരങ്ങളും ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ളതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ അങ്ങോട്ട്. അപ്പം നിങ്ങളുടെ അവിടെ കിട്ടുന്നത് പോലെ ആയിരിക്കില്ല ഇങ്ങോട്ടുള്ളതും. അപ്പം അങ്ങനെ ഓരോ നാട്ടിനനുസരിച്ച് ഓരോന്നും വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ എടുത്തിരിക്കുന്ന വെള്ളമെല്ലാം ഇപ്പോൾ ഇത് കുഴയ്ക്കാനായിട്ട് വേണം കേട്ടോ. അപ്പം നല്ല ചൂടാണ്, കാരണം തിളച്ച വെള്ളമല്ലേ. അപ്പം ഇനിയിപ്പം ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടുമാണ്, തിളച്ച വെള്ളം കുഴച്ച് വെച്ചിരിക്കുന്നതല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഒറോട്ടി ഇഷ്ടമുള്ളവരുണ്ടോ? നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് ഇഷ്ടം? ചിലർ പത്തിരി ആയിരിക്കുമല്ലോ കൂടുതൽ ഉണ്ടാക്കണത്. ഇപ്പം ഇവിടെ സൽമാനൊക്കെ ഇഷ്ടം പത്തിരിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിപ്പം ഒറട്ടി ഉണ്ടാക്കിയിട്ട് കുറേ നാളായി, അതുകൊണ്ടാണ് ഒറട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒറോട്ടി. പത്തിരിയേക്കാളും എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു. ആ ഒരു തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല രുചിയല്ലേ. പിന്നെ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് എന്തായാലും രാവിലെ ഇതും കൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല, കാരണം അവർക്ക് ജോലിക്ക് പോകണം. അതിനിടയിൽ തന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കണം. ഇപ്പം പലരുടെയും ഒരു വിചാരമാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജോലി കുറവാണ്, ജോലിക്ക് പോകുന്നവരാകുമ്പം ഓഫീസിലെ ജോലി ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെ ജോലി ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് കൂടുതൽ. ഇത് കണ്ട ഒറൊട്ടി പലക
ഇതെൻ്റെ ഒറോട്ടിപ്പലക ചെയ്യിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു തുണി ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നനച്ച് വെച്ച ശേഷം നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയം നമ്മളുടെ പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എളുപ്പത്തിന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ഒരു ഷേപ്പിൽ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. ചിലരുടെ ഒറോട്ടിപ്പലക ഭയങ്കര വലുതായിരിക്കും, പക്ഷെ അത്രയും വലിയ ഒറോട്ടി എനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പം വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജോലി കൂടുതൽ തന്നെയാണ്. കാരണം ഒന്ന് കഴിയുമ്പം മറ്റൊന്ന് വരും. അങ്ങനെ എന്തുകൊണ്ടും ഇപ്പം വീട്ടിലിരിക്കുന്നവർ വെറുതെ ഇരിക്കുകയല്ലല്ലോ, അവർക്ക് എന്തെല്ലാം പണികളുണ്ടാവും. ഇപ്പം ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലി ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, ഓഫീസിലെ ജോലിയും പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെ ജോലിയൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്. എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് ഒരുപാട് സമയം കിട്ടുന്നു എന്നൊന്നും അങ്ങനെ ധരിക്കുന്നത് തെറ്റാണ്. ഒരുപാട് പണികളൊക്കെ ഉണ്ടാവും അവരെ ചുറ്റിപ്പറ്റി. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു റെസ്റ്റും ഇല്ലാതെയാണ് വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നത്. പിന്നെ എന്നെ പോലെയുള്ളവർ പെട്ടെന്ന് ജോലി തീർത്തിട്ട് മാറാനായിട്ട് ശ്രദ്ധിക്കും. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ കുറേ സമയമെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ചിലവഴിക്കാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പണികളെല്ലാം ഒതുക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ഒരു ജോലിയും പെൻഡിങ്ങിൽ വെക്കുകയോ മക്കളുടെയും നിസാറിക്കയുടെയും കാര്യങ്ങളിൽ ഒരു അലസത വരുത്തുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പം എനിക്ക് സമയം എടുക്കുന്നത് പോലെ തന്നെ ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കും ഇതിനിടയിൽ. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേക്ക് പിന്നെ ആർക്കും നമ്മളെ കുറ്റപ്പെടുത്താനോ ഒന്നും പറ്റത്തില്ല. ഓ, നീ ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, അങ്ങനെയുള്ള വർത്തമാനങ്ങൾ ആൾക്കാർ പറയാനൊരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഇത് റെഡിയാവുന്ന അനുസരിച്ച് ഞാൻ ഒരു കാസറോളിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ എപ്പോഴും അടുക്കളയിൽ നിന്ന് നമ്മൾക്ക് ഭയങ്കര ജോലി 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 എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് ഒരർത്ഥവും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ മറ്റുള്ളവരെ കാണിക്കാനാണെങ്കിൽ ഫുൾ ടൈം നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മളുടെ സമയമാണ് അപ്പോൾ പോകുന്നത്, നമ്മളുടെ എനർജിയാണ് നഷ്ടപ്പെടുന്നത് എന്ന് സ്വയം നമ്മൾ ചിന്തിക്കണം. അപ്പം നമുക്ക് എന്തായാലും ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി നമുക്കൊരു ധാരണ ഉണ്ടല്ലോ, ഇന്നതൊക്കെ ചെയ്യണം, ഇത്ര പണികൾ നമുക്കുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ ഒരു സമയം ചിട്ടപ്പെടുത്തി ഓരോന്നിനും എടുക്കണം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ജോലി താമസിച്ച് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കാണ് പെൻഡിങ് വരുന്നത്. ഇതുണ്ടോ, കുറച്ച് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ ഒറോട്ടിയും റെഡിയാവും. അപ്പം നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഉള്ളപ്പോഴേക്ക് എനിക്കിങ്ങനെ, എല്ലാവരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഭക്ഷണ സാധനമൊക്കെ ചൂടോടുകൂടി കഴിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഞാനിങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ഉണ്ടാക്കുന്നത് ഫ്രിഡ്ജിൽ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ തൊട്ട് പിറ്റേ ദിവസം തന്നെ അത് എടുത്ത് തീർക്കും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ട് വരുന്നുമില്ല. പിന്നെ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം ഉണ്ടായിരുന്നു, അത് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും ഗസ്റ്റ് വരുന്ന ടൈമായിരിക്കും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ മിച്ചം വരുന്നത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നത്. എപ്പോഴും നമ്മൾ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് അന്നന്ന് എന്താണോ ഉണ്ടാക്കുന്നത് അതുണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ്. അപ്പം നമ്മളുടെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും അത് തന്നെയാണ് നമുക്ക് നല്ലത് കേട്ടോ. അപ്പം ഞാനിത് റെഡിയാവുന്ന അനുസരിച്ച് ഇതെവിടെയുള്ള പാത്രങ്ങളും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ റഫായിട്ട് തുടയ്ക്കുന്നതാണ്. എനിക്കിങ്ങനെ ഈ അവിടെ പാത്രങ്ങളും അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ തോന്നും കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ കിച്ചൺ അത്ര വലിയ സൗകര്യമുള്ളതൊന്നുമല്ല, അതുകൊണ്ടാണ് ഇതേ അവിടെ ബോട്ടിലും കുപ്പിയൊക്കെ അങ്ങനെയൊക്കെ വെക്കേണ്ടിയായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഈ കാണുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മുടെ കിച്ചൺ വലുതാകുന്നതിലല്ലല്ലോ കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പോഴേക്ക് അത് അവിടെ റെഡിയാകുന്ന ടൈമിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ പാത്രങ്ങളുണ്ടല്ലോ, അപ്പം അത് ഞാൻ പിന്നത്തേക്ക് വെക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ എന്താണോ ഉണ്ടാക്കണത് അത് അപ്പോഴും തന്നെ നമ്മൾ കഴുകി തുടച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് പണികളൊന്നും ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു വൈയായിക തോന്നും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മടി തോന്നും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് സിങ്കിൽ പാത്രം ഇട്ടേക്കുവേ. പിന്നെ സിങ്കിൽ പാത്രം കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. പിന്നെ ഇവിടെ പിള്ളേരൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ പറയും അവനവൻ കഴിക്കുന്ന പാത്രങ്ങൾ കഴുകി വെക്കണം എന്ന് പറയും.
അതിൽ നമ്മുടെ സുൽത്താനാണെങ്കിൽ ചിട്ടയോടെ ചെയ്യും കേട്ടോ. കഴിക്കണ പാത്രം അവൻ തന്നെ കൊണ്ടുപോയിട്ട് കഴിക്കും. പിന്നെ ഇച്ചിരി മടിയൊക്കെ കാണിക്കുന്നത് നമ്മുടെ റിച്ച് കുഴപ്പമില്ല, സലു ഇച്ചിരി മടിയൊക്കെ കാണിക്കും കേട്ടോ. അപ്പം ഞാൻ പറയും മടിയൊന്നും കാണിക്കരുത്, അത് അപ്പോഴപ്പോഴും നിങ്ങൾ കഴിക്കണത് നിങ്ങൾ തന്നെ അങ്ങ് കഴുകി വെക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ശീലം നമ്മൾ പിള്ളേരെ ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അവർ കഴിക്കുന്ന പാത്രങ്ങൾ ഇപ്പം ആൺപിള്ളേരാണെന്ന് കരുതിയിട്ട് അയ്യോ അവർ കഴുകണ്ട അങ്ങനെയൊക്കെ ചിന്തിക്കണത് തെറ്റാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഇതാ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഇത് ഞാൻ വളരെ കുറച്ച് എണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം പിന്നെ എണ്ണ മിച്ചം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ സമയത്ത് കറി ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ചീരകപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ബാക്കിയാണ് ഞാൻ കറിയാക്കിയത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഒന്നാണ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പം ദാ അത് നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. അപ്പം ഇതൊരു സ്പെഷ്യൽ കറിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അടുത്ത നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ ഇപ്പം മഴയുണ്ടോ, അതെ മഴ കുറഞ്ഞോ, ഏത് തരം കാലാവസ്ഥയാണ്? ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട് ശംഖുമുഖം ബീച്ചൊക്കെ പോയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം എത്രത്തോളമൊക്കെ ഇതാണെന്നൊന്നും അറിയത്തില്ല. നമ്മളൊന്നും ഇപ്പം അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഫുഡൊക്കെ ഇതാ ഞാനിപ്പം ഒന്ന് ടേബിളിലേക്ക് വെക്കാണ്. കാരണം എനിക്ക് ഒരു വെള്ളമെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് റെഡിയായി കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് നമ്മളെ കാത്തിരിക്കാൻ പാടില്ല, നമ്മൾ ഫുഡിനെ കാത്തിരിക്കാം. അങ്ങനെ ആവൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ഇത് റെഡിയായപ്പോൾ തന്നെ ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. സനമോള് ഇന്ന് ഉറങ്ങണം കേട്ടോ. അത് കാരണം സനമോള് കഴിക്കാനായിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് വന്നു, അത് കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ നമ്മുടെ സലൂന് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫുഡ് തയ്യാറാക്കുകയാണ്. അപ്പം അവൻ ഇങ്ങനെ നമ്മൾക്ക് ചീത്താകാത്ത എന്തെങ്കിലും ഫുഡ് വേണ്ടേ കൊടുത്തു വിടാനായിട്ട്. അപ്പം അത് കാരണം പിന്നെ ഞാൻ വിചാരിച്ചു പാസ്ത റെഡിയാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഇതാ ഇപ്പം പൊട്ടിച്ച 2 പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളല്ലാതെ ഒരെണ്ണം വെച്ചിരുന്നിട്ട് പിന്നെ അല്ലെങ്കിൽ അത് ചീത്തയായി പോകത്തില്ലേ. അപ്പം രണ്ടും ഒരേപോലത്തെ ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം വെള്ളം തിളയ്ക്കാറായപ്പോഴേക്ക് നമ്മുടെ ഈ പാസ്ത ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് റെഡിയാക്കുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ അടുത്ത് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ അനിൽ സാറിൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടോക്കിൽ അനിൽ സാറ് പറയുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ ഭയങ്കര വേണ്ടപ്പെട്ടവരാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? കാരണം എല്ലാവർക്കും നമ്മൾ അങ്ങനെ വേണ്ടപ്പെട്ടവരാണോ? അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതങ്ങ് മാറ്റിയേക്കണം. അവർക്ക് നമ്മളെ വേണ്ടപ്പോഴാണ് നമ്മൾ അവരുടെ വേണ്ടപ്പെട്ടവരാകുന്നത്. ശരിയല്ലേ? എനിക്ക് ആ ഒരു ടോക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. അപ്പൊ അവർക്ക് വേണ്ട സമയത്ത് വേണ്ടപ്പെട്ടവരാണെന്ന് ഭാവിക്കും. അപ്പൊ നമ്മൾ വലിയ സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണെന്നൊക്കെ അവർ വാതോരാതെ മറ്റുള്ളവരോട് പറയും. അതെപ്പോഴാണെന്നറിയാവോ? അവർക്ക് വേണ്ടപ്പോൾ മാത്രം. അവർക്ക് നമ്മളെ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരൊറ്റ വലിച്ചേറാണ്. ശരിയല്ലേ? സാറ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പം അതുകൊണ്ട് ആരെങ്കിലും വേണ്ടപ്പെട്ടവരാണെന്ന് കരുതി നമ്മളെ എടുത്ത് തലയിൽ വെക്കുമ്പം അത് സ്ഥായിയാണെന്നും നമ്മളുടെ എന്തോ മഹത്വം കൊണ്ടാണെന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിച്ച് കളയരുത്. അവർക്ക് വേണ്ടത് കൊണ്ട് മാത്രമാണ് വേണ്ട സമയത്ത് നമ്മളെ എടുത്തൊന്ന് ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ. അതെപ്പോഴും നമ്മളുടെയൊക്കെ ഓർമ്മകളിൽ ഉണ്ടാവണം. എനിക്ക് അത് കേട്ടപ്പോൾ വളരെ ശരിയാണെന്ന് തോന്നി. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാമല്ല. അപ്പം നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം ശരിയല്ലേ എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഞാൻ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പാസ്തയൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ഈ ബട്ടറിൽ റെഡിയാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പം ബട്ടറൊക്കെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. പലതരത്തിലുള്ള പാസ്ത റെസിപ്പീസ് ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഷോർട്സിലും അതുപോലെ തന്നെ സലു കിച്ചൻ പാസ്ത എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും. അത്
മെൽറ്റായി വരുമ്പോഴേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ഈ തക്കാളി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം സലൂന് പോവേണ്ട ടൈമായി വരുന്നുണ്ട്. അപ്പം അതിനിടയിൽ എല്ലാം ഫുഡും റെഡിയാക്കി ഒന്ന് ടിഫിനിലാക്കി വെച്ചാൽ സമാനമാണ്. പിന്നെ കുറച്ച് പാഴ്സ്ലി ലീഫും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം അത് ഞാൻ ഒരു മീഡിയത്തിനും ഹൈക്കും ഇടയിലുള്ള ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് റെഡിയായപ്പോഴേക്ക് ഞാൻ ഇത് ഇനിയിപ്പം ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴേക്ക് ഇത് ചെയ്യേണ്ട, ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. അപ്പം എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴേക്ക് അത് നല്ലതുപോലെ തണുത്ത ശേഷം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച ശേഷം ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാൻ മുകളിൽ ഒരു ടവൽ വെച്ചത് ഈ സംഭവം ചൂടായതുകൊണ്ടാണ്. അപ്പം ഒരിക്കലും നിങ്ങൾ ഇത് അനുകരിക്കണ്ട കേട്ടോ. അപ്പം എന്താ ഇത് ഒന്ന് അടിച്ചെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ സോസ് ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിലെ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കണേ. ശരിക്കും പറഞ്ഞാൽ എന്നും എന്ത് ടിഫിനിലാക്കി കൊടുത്തു വിടും എന്നൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. കാരണം ചീത്താകാത്ത ഫുഡ് വേണ്ട. ഇപ്പം പിന്നെ മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ ചീത്താവത്തില്ല ടിഫിനായിട്ട് കൊടുത്തു വിടാനായിട്ട്. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഞാനൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂട്ടത്തിൽ തന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പാസ്ത ഉണ്ടാക്കുമ്പോഴേക്ക് നാടൻ രീതിയിലാണെങ്കിൽ പക്കാ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതല്ല ഇങ്ങനെയൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒറിഗാനോയും അതുപോലെ തന്നെ പാഴ്സ്ലി ലീഫും ഒക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മളിപ്പം വേവിച്ച് ഊറ്റി കഴുകി വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ, അപ്പം അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് എല്ലാം നല്ല യോജിക്കത്തക്ക രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. ഇതാ കണ്ട എളുപ്പമല്ലേ. ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക്. പിന്നെ അവർക്കൊക്കെ ആവുമ്പോഴേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ഒന്ന് വഴറ്റി വയ്ക്കുകയാണെങ്കിൽ അത്രയും വെജിറ്റബിൾസും അവരുടെ ഉള്ളിലേക്ക് പോവും. അപ്പോൾ ഞാൻ ഇപ്പം സലൂന് വേണ്ടി ഇങ്ങനെ ടിഫിനൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ വിചാരിക്കാം കേട്ടോ, മുൻപ് കുറച്ച് ഞാൻ ചീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാഴ്സ്ലി ലീഫും കൂടി വളരെ കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. ശരിക്കും നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ പാസ്ത വാങ്ങിച്ച് കഴിക്കുന്നതിൽ നിന്നും ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അലങ്കാരത്തിന് കുറച്ച് മല്ലിയില ഓടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പണ്ട് ഇവരെ സ്കൂളിലേക്ക് ടിഫിനൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിട്ട് ആ ഒരു കാലഘട്ടം ഓർമ്മ വരും കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഷോർട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണേ. നിങ്ങൾക്ക് ഷോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ റെസിപ്പി കാണാൻ പറ്റും. വളരെ സിമ്പിളും ഈസിയാണ്. ഇനിയിപ്പം ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണേ. ഹാബി മോളെ ഇതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്ക്. സനമോളുണ്ടല്ലോ, പാന്റ് ഇട്ടില്ലെങ്കിലും രാവിലെ ചെരുപ്പിടാൻ മറക്കത്തില്ല. എഴുന്നേറ്റുടൻ അവൾക്ക് ചെരുപ്പ് വേണം. അപ്പൊ ഫാബി മോള് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുമ്പോ തന്നെ നമ്മുടെ സനമോള് നിസാറിക്കയുടെ കൈയും പിടിച്ച് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവൾക്കറിയാം അവളുടെ കാർ അവിടെ ഉണ്ടെന്ന്. കേട്ടോ ഫാബി, മോളെ വണ്ടിയില്ലാതെ കയറ്റി. പുറയിലായിരിക്കുന്നത് അതിനെ കൂടെ എടുത്ത് മോളെ കൂട്ടുകാര്. മോളെ ഫ്രണ്ടാണ്. വടി വടി വടി. മോളെ റിവേഴ്സ് പോട്ടെ. പാട്ടിട് മോളെ, പാട്ടിട് മോളെ. കാലൊക്കെ പൊക്കി വെച്ചിട്ട് ഓടിക്കൂ. മഴയാ? മഴ ഇല്ല മോളെ, അതോ മഴ
ആകാശമൊക്കെ മൂടി കെട്ടി കിടക്കുകയാണ്. അതാണ് പറയുന്നത് മഴ മഴ എന്ന്. പോട്ടാ വാപ്പ പോട്ടാ, വാപ്പ പോട്ടാറ്റ പോട്ടാ, വാപ്പ പോട്ടാ, ലൈറ്റ് വാപ്പ പോട്ടാ, വാപ്പ പോട്ടാ, അപ്പൊ പോണെന്ന്. ടാറ്റാ ടാറ്റാ, അസ്സലാമലൈക്കും. നിസാർക്കായ എവിടെയും വിടത്തില്ല കേട്ടാ. ഇതാണ് എന്താണ് പോവാന്ന്, പാപ്പ പാപ്പ പോവാന്ന്. പക്ഷെ മാച്ച് ആണെങ്കിൽ മടിയിൽ കിടക്കുന്ന ഒരു ജട്ടി പിങ്ക് ആയിപ്പോയല്ലോ. ചക്കരെ ആ പാപ്പ പാപ്പ, ചക്കരയുടെ ഫുഡ് അവിടെ റെഡി ആവണുണ്ട് കേട്ടോ. ഫുഡ് അവിടെ റെഡി ആവണുണ്ട്. പാപ്പാടെ അവിടെ പോവാനാ? ചക്കരക്കുട്ടി പോവാനാ? കഴിച്ചിട്ട് പോവാം കേട്ടാ. മമ്മ വിളിക്കുന്നു, പോ. മമ്മ വിളിക്കുന്നു. ആ പോവില്ല, അമ്മയുടെ ആഹാരം പോവില്ല. വേണ്ടേ ആഹാരം വേണ്ടേ? അതാണ് ചുറ്റിക്കളി അല്ലേ, ചുറ്റിക്കളി. മമ്മയെ കണ്ടപ്പോ ദാ ഓടുന്ന്. വേണ്ട വേണ്ട. അപ്പൊ നമ്മുടെ ഇന്ദിരാനാറില് ഈ കുക്കിംഗ് ഗ്യാസിന്റെ പൈപ്പ് ലൈൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ 3 ദിവസമായിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടാ. എല്ലാം നമ്മൾ ഈ അവസാന നിമിഷമാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അവിടുത്തെ അസോസിയേഷനിലാണ് അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കണത്. അങ്ങനെ വരാൻ നിന്നപ്പോ സനമോള് നമ്മുടെ കൂടെ വരുന്നെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഇവര് കറക്റ്റ് ടൈമിൽ അറിയിക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ഉപകാരമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ തേടി പിടിച്ച് എവിടാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇതിന്റെ പുറകെയൊക്കെ നമ്മൾ ഓടേണ്ട വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള അസോസിയേഷനുകൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മളെ പോലുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ദിരാനാർ അസോസിയേഷൻ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. നേരത്തെ നിസാറിക്ക് വേണ്ട പേപ്പറെല്ലാം കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് കൊണ്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ നമ്മളുടെ കാര്യം നടന്നു. അപ്പോഴേക്ക് ഇതാ ഇവിടെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ സനമോളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ കണ്ട അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഞാറിലായിരുന്നുവെങ്കിൽ കൊച്ചിനൊക്കെ കളിക്കാമായിരുന്നു. പിള്ളേർക്കുള്ളതാണ്. ചിൽഡ്രൻസ് പാർക്കാണ്, എനിക്കറിയാം. പിന്നെ കൊച്ചിന്റെ ഒരു ആഗ്രഹം തീർക്കാൻ ജസ്റ്റ് അധികം ഞാൻ വെയിറ്റ് കൊടുത്തല്ല ഇരിക്കുന്നത്. പറഞ്ഞാ മതി, സെക്രട്ടറി പ്രസിഡന്റ് ഒന്ന് കാണണ്ട. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് കരിവേപ്പിലുണ്ടേ. എല്ലാം പോയി. അസോസിയേഷന്റെ കറിയാണ് കേട്ടോ ഇതൊക്കെ. അത് നോക്കിക്കേ, പച്ചപ്പ് കണ്ടോ, അതെല്ലാം കരിവേപ്പില തന്നെ. അവിടെ നിന്ന് അറ്റം മുതൽ അറ്റം വരെ. സമി, നിന്റെ അറിവിലേക്ക് വേണ്ടി പാർക്കിലൊക്കെ ഇരിക്കും. അതിനെ ഞാൻ മാനിക്കുന്നുണ്ട്. 21 പോലും ആവൂല, അതിലും കൂടുതൽ. ആര് പണ്ടൊക്കെ നമ്മള് എത്ര അന്ന് ഇങ്ങനെയുള്ള സീറ്റിംഗ് അല്ല, അത് വേറെ രീതിയിലായിരുന്നു. നല്ല രസമാണ് ഇവിടെ. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവിടെ വരുന്നത് വാക്സിനേഷൻ. എന്തെങ്കിലും ആവശ്യം വരുമ്പോ. ഇത് കണ്ട കരിവേപ്പില, ഇവിടെ ചുറ്റോട് ചുറ്റും കരിവേപ്പിലാണ്. ഇത് അവിടെ ആര് നട്ടതാണ്? നിസാർ ഡോക്ടർ. അല്ലേ, നിസാർ ഡോക്ടറിന്റെ കൃഷിയാണ് അതൊക്കെ. കൃഷിയാണ് ഇതെല്ലാം. പോവാം മോളെ, പോവാം. നമ്മുടെ ഇന്ദിരാനാർ ചുറ്റിക്കറങ്ങി വന്ന് ഇന്ദിരാനാർ കണ്ടപ്പോഴേക്ക് എന്റെ ഷനുവിന് ഭയങ്കര സന്തോഷല്ലേ. നമ്മളെ വീട്ടിൽ പോയില്ല, വീട്ടിൽ കയറാൻ പറഞ്ഞു. എന്താണ് എന്താണ് എന്താണ്? ടാറ്റാ 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 ടാറ്റാ. ഹലോ, നടന്നു നോക്കട്ടെ. ഈ കളിയേ വലുതിലാണ് നോട്ടം. ശരിയായില്ല തോന്നുന്നു. ഓക്കെ, അതിടണോ?
അത് മാറ്റിയിട്ട് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമായില്ലേ മോളെ? കളറൊന്നും ഇല്ല, അതുകൊണ്ടാണ്. കളറിലെന്താ ഈ അളവിൽ ഇതേ ഉള്ളൂ. എന്താണ്ടാ വേറൊക്കെ എടുക്കുന്നുണ്ടാ? തൃപ്തി ഒന്നില്ല. രാവിലെ മുതലേ നിസാറിക്ക് പറയണുണ്ട് കേട്ടോ, സനമോൾക്ക് ചെരുപ്പ് പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കുണ്ട് അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചെരുപ്പും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഈ ഒരു കുഞ്ഞു കാലിന് അതായത് വലിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് വേണ്ട ഇട്ട് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സെലക്ഷനും വളരെ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഓപ്പൺ ആയുള്ളത് വാങ്ങിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കാലൊക്കെ പിന്നെ ചീത്താവത്തില്ലേ. പിന്നെ ഈ ടൈപ്പൊക്കെയാണ് ഇരിക്കുന്നത്, അതൊക്കെ വലുതാണ്. പിന്നെ ആകെ കിട്ടിയത് ഇതാണ്. ഇതിലാണെങ്കിൽ ആ കളർ സെലക്ഷനും ഇല്ല. അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല ഈ സംഭവം. അത് ഇടാറായില്ല. അവിടെ വെക്കാം മോളെ. തൃപ്തി വന്നിട്ടില്ല. എന്തുവാണ് മോളെ? കാണിച്ചോട്. പോട്ടിയൊക്കെ വീട്ടിലുണ്ട്, പക്ഷെ അത് വണ്ടിയായിട്ട് ഉപയോഗിക്കണം. അതിന്റെ ഇടയിൽ വേറെ ഒരെണ്ണമുണ്ട്. ഇവിടെ അതിന്റെ അപ്പുറത്ത് പിടിയുള്ളതൊന്നും പറ്റൂല, അതാണ് കുഴപ്പം. സൈഡില് പിടി. കുറച്ചുകൂടെ കൊള്ളാൻ തോന്നുന്നു. ഇതെത്ര? 359. അതേ വില തന്നെ. അപ്പൊ ആ ഡിസ്പ്ലേയിൽ ഇരുന്നത് ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടാ. ഇവള് ഇതിൽ ഇരിക്കോ എന്നൊന്ന് അറിയണമല്ല. എന്താ കൊള്ളാല്ലേ, എന്തൊക്കെ മോഡല് കാണണം. ഇനി അവള് സ്റ്റൂളായിട്ട് എടുക്കും. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാലേ അവള് സ്റ്റൂളായിട്ട് ഉപയോഗിക്കും. വീട്ടിലുള്ള ടൈപ്പ്. അപ്പൊ നോക്കിയപ്പോഴേക്കും ഇവിടെ ബ്ലാങ്കറ്റ് കണ്ടു കേട്ടോ. അപ്പം സാർക്ക് പറഞ്ഞു എങ്കിൽ പിന്നെ മോൾക്ക് ബ്ലാങ്കറ്റ് എടുക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ പെട്ടെന്ന് എന്റെ കണ്ണിൽ ഇതാണ് ഉടക്കിയത്. നല്ല സോഫ്റ്റ് കേട്ടാ. കുറച്ച് വില കൂടുതലാണെങ്കിലും ക്വാളിറ്റി നല്ലത് കേട്ടാ. നിങ്ങൾ എന്ത് പറയുന്നു? ഇഷ്ടപ്പെട്ട ഈ കളറ്? എന്തായാലും സനമോൾക്ക് അത് വാങ്ങിക്കാന്ന് കരുതി. അപ്പം അത് എടുത്തു. നല്ല സോഫ്റ്റ് കേട്ടാ. അപ്പൊ കുഞ്ഞുങ്ങൾക്കാവുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടാ. അങ്ങനെ ഇപ്പം അതെടുത്തു. അപ്പം ഇനിയിപ്പം 1-2 ചെറിയ കൊച്ചു സാധനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പം സനമോളുടെ ഷോപ്പിംഗ് എന്ന് തന്നെ പറയാം കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് സനമോൾക്ക് വേണ്ടി വാങ്ങിച്ചത്. ഇതാ ഒരു സീറ്റ് കവറ്, പിന്നെ ഇതാ കുഞ്ഞു ബ്രഷും. അവൾക്കാണെങ്കിൽ ഇപ്പം ഇത് വന്നിട്ടുണ്ട് കേട്ടാ, അണപ്പല്ല്. അപ്പം നമ്മൾ ആ സമയത്ത് വേണ്ട രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ ഇതാ കുഞ്ഞുങ്ങൾക്കുള്ള പേസ്റ്റ് ആണ്. പല ഏജിലുണ്ട്. ഇതിപ്പം മോളുടെ ആ ഒരു ഏജിൻ്റെയാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു ഷൂസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതൊക്കെ തന്നെയുള്ള വിശേഷം. അടുത്ത് നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.